വാൽപ്പാറ വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് കോയമ്പത്തൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. മുതുകുരിശി എളാട് സ്വദേശി അക്കപ്പറമ്പിൽ നൌഷാദ് അലിയാണ് മരണപ്പെട്ടത്. 39 വയസ്സായിരുന്നു. പാങ്ങ പള്ളിപ്പറമ്പ് GLP സ്കൂൾ ബസ് ഡ്രൈവറാണ് നൌഷാദ് അലി. നൌഷാദ് അലിയുടെ ചികിത്സയിൽ അനാസ്ഥയുണ്ടായത് കാരണമാണ് മരണം സംഭവിച്ചതെന്ന് ബന്ധുക്കൾ ആരോപിച്ചു. ICUലാണിത്. എല്ലാവരും വെന്റിലേറ്റർ സപ്പോർട്ടിലിരിക്കുന്ന ഒരു ICU ആണ് ഈ പറയുന്നത്. അവിടെ നമ്മൾ 1.5 മണിക്കൂർ 1.5 to 2 മണിക്കൂറോളം വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഡോക്ടർ വന്നത്. അതും ജൂനിയർ ഡോക്ടേഴ്സാണ് വന്നത്. ഫസ്റ്റ് എൻ്റെ ഭാര്യ പോയി നോക്കിയപ്പോഴാണ് BP ലോ ആണ് എന്ന് കാണുകയും ആ സമയത്ത് അവിടെ ഡോക്ടറോ ഒരു നേഴ്സ് മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടാവുകയും പല പ്രാവശ്യം ഞങ്ങളും അതുപോലെ അവൻ്റെ ഭാര്യയും നേഴ്സ് പല പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടും അവർ ഡോക്ടർമാർ വരികയോ അങ്ങനെ ഒരു അനാസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. വീണ്ടും ഈ 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ സിസ്റ്റർ വീണ്ടും വിളിച്ചിട്ട് അവർ കരയുന്ന പോലെ പറഞ്ഞു, എല്ലാം ഡൗണായി പോകുന്നു സാർ, വേഗം വരണമെന്ന് പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞത് അവരെ വെളിയിലേക്കാക്കിയിട്ട് നീ ഡോർ കുറ്റിയിട്ടാൽ മതി എന്നാണ് പറഞ്ഞത്. വാൽപ്പാറ ദുരന്തത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് കോയമ്പത്തൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന നൌഷാദ് അലി ബുധനാഴ്ച പുലർച്ചെയാണ് മരണപ്പെട്ടത്. പാങ്ങ് പള്ളിപ്പറമ്പ് GLP സ്കൂളിലെ ബസ് ഡ്രൈവറാണ് മരണപ്പെട്ട നൌഷാദ് അലി. ഈ സ്കൂളിലെ അധ്യാപകർ ഉൾപ്പെടെ 5 പേർ ഈ വാഹനാപകടത്തിൽ മരണപ്പെട്ടിരുന്നു. നൌഷാദ് അലിയുടെ ചികിത്സയിൽ ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നും ഗുരുതരമായ അനാസ്ഥ ഉണ്ടായി എന്ന് ബന്ധുക്കൾ ആരോപിച്ചു. ഉള്ളിലോട്ട് എപ്പോഴും ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ ഒന്ന് പോയി നോക്കുന്ന സമയത്ത് അവിടെ ചെന്ന് നോക്കുമ്പോൾ എല്ലാം ഡൗൺ ആവുകയും അങ്ങനെ 2 സിസ്റ്റർമാരാണ് ഉള്ളത്. 12 പേർക്കുള്ളത് ആകെ 2 സിസ്റ്റർമാരാണ്. ഈ 2 സിസ്റ്റർമാരോടും വിവരം പറയുകയും അവർ ഡോക്ടറെ നിരന്തരമായി വിളിക്കുമ്പോൾ ഡോക്ടർ പറയുന്നത് എനിക്ക് അതിലും വലിയൊരു എമർജൻസി ഇവിടെ ഉണ്ട്, അത് കഴിഞ്ഞാൽ വരാമെന്നാണ് പറയുന്നത്. അവിടെ ഒരു ഡ്യൂട്ടിക്കുള്ള ഒരു ഡോക്ടർ ഇല്ല. ഇന്നലെ സാധാരണ ഒരു ഡ്യൂട്ടി ഡോക്ടർ ഉണ്ടാവുന്നതാണ്, ഇന്നലെ അതും ഇല്ല. അങ്ങനെ എന്ത് ചെയ്ത് അവർ വീണ്ടും ഈ 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ സിസ്റ്റർ വീണ്ടും വിളിച്ചിട്ട് അവർ കരയുന്ന പോലെ പറഞ്ഞു, എല്ലാം ഡൗണായി പോകുന്നു സാർ, വേഗം വരണമെന്ന് പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞത് അവരെ വെളിയിലേക്കാക്കിയിട്ട് നീ ഡോർ കുറ്റിയിട്ടാൽ മതി എന്നാണ് പറഞ്ഞത്. എന്നിട്ട് 1.5 മണിക്കൂർ കഴിഞ്ഞ് 1.25 മണിക്കൂർ കഴിഞ്ഞ് 2 ആകുമ്പോഴേക്കാണ് ഡോക്ടർമാർ എത്തിയിട്ട് വെറുതെ ചുമ്മാ അവരെ നെഞ്ഞത്തുനിന്ന് കൈ വെച്ച് ശരിക്കൊന്ന് അമർത്തിയിട്ട് അവർ വിവരം നമ്മളെ അറിയിക്കുകയും ചെയ്തു. നമ്മളെ ഒരു വ്യക്തി അവിടെ നിന്ന് ഇതെല്ലാം ഈ മരണത്തിലേക്ക് നയിച്ചിട്ടുള്ള സംഭവം എന്താ വെച്ചാൽ നമ്മൾ പല പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടും അത് മാറ്റാൻ അവർ തയ്യാറാവാത്തതും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ അവർ കളക്ടറും നമ്മളെ DMOയും വളരെ സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഇന്ന് അത് നമ്മളെ ഓപ്പറേഷൻ തീയതി നിശ്ചയിക്കുകയും ഇന്നലെ രാത്രി വൈകുന്നേരത്തോടു കൂടെ 10 മണിയോടുകൂടെ ഇവരുടെ BP ലോ ആണെന്ന് ഇവൻ്റെ ഭാര്യ പോയി നോക്കിയപ്പോഴാണ് BP ലോ ആണ് എന്ന് കാണുകയും ആ സമയത്ത് അവിടെ ഡോക്ടറോ ഒരു നേഴ്സ് മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടാവുകയും പല പ്രാവശ്യം ഞങ്ങളും അതുപോലെ അവൻ്റെ ഭാര്യയും നേഴ്സ് പല പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടും അവർ ഡോക്ടർമാർ വരികയോ അങ്ങനെ ഒരു അനാസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. ആരോഗ്യസ്ഥിതി വഷളായിട്ടും ഡോക്ടർമാർ എത്താൻ വൈകിപ്പോയി. ചികിത്സയിൽ കുടുംബത്തിന് തൃപ്തിയില്ലായിരുന്നുവെന്നും സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റാൻ അധികൃതർ അനുവദിച്ചില്ലെന്നും ബന്ധുക്കൾ പറഞ്ഞു. ആരോഗ്യസ്ഥിതി ഗുരുതരമാകുന്നതായി പലതവണ പരാതിപ്പെട്ടു. എന്നിട്ടും നിരുത്തരവാദപരമായ സമീപനമാണ് ഉണ്ടായതെന്നും നൌഷാദ് അലിയുടെ ബന്ധുക്കൾ പറഞ്ഞു. ഞങ്ങൾ പ്രൈവറ്റ് ഹോസ്പിറ്റലും പോയി സംസാരിച്ചു. ഞങ്ങൾ ഇവിടുത്തെ സ്കാൻ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ വെച്ച് ഞങ്ങൾ അവിടെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ പോയി സംസാരിച്ചു. അവർ റെഡി ആയിരുന്നു കൊണ്ടുപോകാൻ. അവർ വെന്റിലേറ്റർ സപ്പോർട്ടുള്ള ആംബുലൻസും അവർ ഡോക്ടറെ കഴിക്കാം, ഞങ്ങളിവരെ റിപ്പോർട്ട് കണ്ടിട്ട് അവർ തയ്യാറായിരുന്നു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇവിടുന്ന് ഫസ്റ്റ് ഡേ പറഞ്ഞത് അവർക്കൊരു ഒഫീഷ്യൽ ഗവൺമെൻറ് കോൾ എന്തെങ്കിലും കിട്ടണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് ഞങ്ങൾ ഒഫീഷ്യലായിട്ട് കുറച്ച് പേരൊക്കെ വിളിച്ച് ഞങ്ങൾ അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിരുന്നു. നെക്സ്റ്റ് ഡേ വീണ്ടും പോകുമ്പോഴാണ് വീണ്ടും ഇതേപോലെ അവർക്ക് കളക്ടർ ലെറ്റർ വേണമെന്ന് പറഞ്ഞപ്പോഴാണ് നമുക്കിത് മറുപടി ഇത് ഡിലേ ആയിക്കൊണ്ടിരിക്കുക എന്നുള്ളൊരു പ്രശ്നം വന്നത് ഇതിൽ. സോ എന്താ പറയുക, ഞങ്ങൾക്കാണ് ലോസ് ഇതിൽ. അപ്പോൾ നഴ്സിംഗ് സ്റ്റേഷനിലുള്ളവരൊക്കെ ക്യാബിനിൽ ഇരിക്കുകയാണ്. അവർ പേഷ്യൻറ്റിൻ്റെ അടുത്തോ ഒന്നും അവരടുത്തില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡോക്ടറിനെ കോൾ ചെയ്യാൻ പറയുന്നുണ്ട്. ഇതെന്ന് പറയുന്നത് ഒരു 10 പേഷ്യൻറ്റോളം ഒരു ICU
ICUലാണിത്. എല്ലാവരും വെന്റിലേറ്റർ സപ്പോർട്ടിലിരിക്കുന്ന ഒരു ICU ആണ് ഈ പറയുന്നത്. അവിടെ നമ്മൾ 1.5 മണിക്കൂർ 1.5 to 2 മണിക്കൂറോളം വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഡോക്ടർ വന്നത്. അതും ജൂനിയർ ഡോക്ടേഴ്സാണ് വന്നത് ഫസ്റ്റ്. അപ്പോഴേക്കും നൗഷാദ് കാടെ വൈറ്റൽസും എല്ലാതും ഡൗൺ ആയിരുന്നു, വളരെ ഡൗൺ ആയിരുന്നു. പിന്നെ അതിനുശേഷം ലൈക്ക് വളരെ ലേറ്റസ്റ്റ് സ്റ്റേജിൽ പിന്നെ അറ്റാക്ക് വരികയും പിന്നെ അങ്ങനെ ഫൈനൽ ചെയ്തത്. ഇൻക്വസ്റ്റ് പോസ്റ്റ്മോർട്ടം നടപടികൾ കഴിഞ്ഞ് ബുധനാഴ്ച വൈകിട്ട് 3:45 മൃതദേഹം ഏലംകുളം മുതുകുറിശി ചേനാമ്പറമ്പ് ജുമാ മസ്ജിദിൽ എത്തിച്ചു. ഇവിടെ നിരവധി പേർ അന്തിമോപചാരം അർപ്പിച്ചു. മയ്യിത്ത് നമസ്കാരത്തിന് അബ്ദുൽ അസീസ് സുഹരി നേതൃത്വം നൽകി. പൊതുദർശനത്തിനു ശേഷം മൃതദേഹം പാങ്ങിലെ സഹോദരി ജമീല ടീച്ചറുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ഇവിടെ പൊതുദർശനത്തിനു ശേഷം പാങ്ങ് വാഴങ്ങൽ നൂറാനിയ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ കബറടക്കി. വർഷങ്ങളായി നൗഷാദ് അലിയും കുടുംബവും മലപ്പുറം കുറുവ പാങ്ങിൽ താമസിച്ചു വരികയായിരുന്നു. പാങ്ങ് സ്വദേശി സീനത്താണ് നൗഷാദ് അലിയുടെ ഭാര്യ. 12 വയസ്സുള്ള ഫഹീം നാജിഹ്, 9 വയസ്സുള്ള ഫാത്തിമ സൻഹ എന്നിവർ മക്കളാണ്. നൗഷാദ് അലിയുടെ മരണത്തോടെ വാൽപ്പാറ ദുരന്തത്തിൽ 10 പേരാണ് മരണമടഞ്ഞത്. 3 പേർ ചികിത്സയിലാണ്. ന്യൂസ് ബ്യൂറോ, പെരിന്തൽമണ്ണ. അൽസലാമ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ 20ാം വർഷത്തിലേക്ക് 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി.